ഞാനുള്ളത് ഇപ്പോൾ ടി സിദ്ദിഖ് MLA കൽപ്പറ്റ ഓഫീസിലാണ്. ഇവിടേക്ക് ഡിവൈഎഫ്ഐയുടെ ഒരു പ്രതിഷേധ മാർച്ച് കടന്നു വരുന്നുണ്ട്. പോലീസ് തടയുന്നത് ഈ ദൃശ്യങ്ങൾ കാണാം. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരാണ് ടി സിദ്ദിഖ് MLA കൽപ്പറ്റ ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ വിഷയത്തിൽ തന്നെയാണ്, അതായത് പത്മജ ആത്മഹത്യ ശ്രമം നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ടി സിദ്ദിഖിൻ്റെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ച് നടത്തുന്നത്. അതായത് ടി സിദ്ദിഖ് MLAയും AP അനിൽകുമാറുമാണ് ഇതുമായി ബന്ധപ്പെട്ട് കരാർ തയ്യാറാക്കിയതെന്ന് പറയുന്നു. അവരെയാണ് ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി KPCC ഏൽപ്പിച്ചിരുന്നത്. പക്ഷേ ആ കരാറിൽ അങ്ങനെ നടന്നിരിക്കുന്നു. കരാർ പോലും വക്കീലിൻ്റെ കൈവശം നിന്ന് വാങ്ങിക്കൊണ്ട് പോയെന്ന് പറയുന്നു. പക്ഷേ KPCC അധ്യക്ഷൻ പറയുന്നു അങ്ങനെ ഒരു കരാർ ഇല്ലെന്ന് ഇപ്പോൾ പരസ്യമായി അദ്ദേഹം പറയുന്നു. അങ്ങനെയെങ്കിൽ പിന്നെ ഈ NM വിജയന്റെ കുടുംബം പറയുന്ന കരാർ ആരാണ് എഴുതി തയ്യാറാക്കിയത്? ഏതായാലും ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലീസുമായിട്ട് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഒന്നും തള്ളും പോലീസ് ഇടപെട്ട് ടി സിദ്ദിഖിന്റെ ഓഫീസിന് മുന്നിലാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. MLA ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. ഇപ്പുറത്തൊക്കെ ഷട്ടർ വിട്ടല്ലോ സിനോജ്. സുജ, അതായത് തൊട്ടടുത്തുള്ളത് ഒരു മരുന്ന് കടയാണ്. അതിന്റെ ഷട്ടറാണ് താഴ്ത്തിയിരിക്കുന്നത്. സമീപത്തുള്ള എല്ലാ കടകളുടെ ഷട്ടർ പോലീസ് ആവശ്യപ്പെട്ട പ്രകാരം താഴ്ത്തിയിട്ടുണ്ട്. MLA ഓഫീസർ ഷട്ടർ താഴ്ത്താൻ പോലീസ് ആവശ്യപ്പെടുകയും ഒരു മുറിയുടെ ഷട്ടർ പോലീസ് താഴ്ത്തുകയും ചെയ്തതാണ്. കാരണം ഗ്ലാസ് കൊണ്ടാണ് ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ അകത്തുള്ള കോൺഗ്രസ് പ്രവർത്തകർ ആ ഓഫീസ് പൂർണ്ണമായും തുറന്നിരിക്കണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ 2 ഷട്ടറുകളും ഓഫീസിന് ഉയർത്തി വയ്ക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഏതായാലും പോലീസ് ബലം പ്രയോഗിച്ച ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ഇവിടെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. പെട്ടെന്നാണ് ഡിവൈഎഫ്ഐക്കാർ ഈ ഒരു സമരത്തിന് ആഹ്വാനം ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ഈ MLA ഓഫീസിലേക്ക് മാർച്ചുമായി വരുന്നു. കാരണം പത്മജ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു. ടി സിദ്ദിഖിന്റെയും AP അനിൽകുമാറിന്റെയും നേതൃത്വത്തിലാണ് ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി ചർച്ചകൾ നടത്തുകയും കുടുംബത്തിന് പല തവണ ഉറപ്പ് നൽകുകയും ചെയ്തത്. കോഴിക്കോട് DCC ഓഫീസിന് ഉദ്ഘാടനത്തിന് ഉൾപ്പെടെ പത്മജ അവിടെ എത്തുകയും നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തതാണ്. അന്നൊക്കെ തന്നെയും ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞത് ഈ പ്രശ്നം പരിഹരിക്കും, സഹായം നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നുവെന്ന് പത്മജ തന്നെ സമ്മതിച്ചതാണ്. പക്ഷേ വീട് ഉൾപ്പെടെയുള്ളവ ബാങ്കിലാണ്. ആ ബാങ്കിൽ നിന്ന് രേഖകൾ എടുത്ത് നൽകിയാൽ മാത്രം മതി എന്ന തരത്തിലൊക്കെ തന്നെ പത്മജ ഇന്ന് രാവിലെ റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞതാണ്. ഏകദേശം 2.5 കോടി രൂപയുടെ ബാധ്യത NM വിജയൻ പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ MLA ഓഫീസിലേക്ക് കയറുന്ന ഭാഗമല്ലേ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്? സുജ, ഇതൊരു കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. അതിൻ്റെ 1ാം നിലയിലാണ് MLAയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. അവിടേക്കാണ് 10ഓളം വരുന്ന ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ MLAയുടെ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. കൽപ്പറ്റ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവരെ ബലമായി തടയാൻ ശ്രമിക്കുന്നു. ഈ ഓഫീസിന് മുൻപിൽ വെച്ച് തന്നെയാണ് ഇവരെ തടഞ്ഞിരിക്കുന്നത്. സമീപത്തെ എല്ലാ കടകളും പൂട്ടാൻ പോലീസ് ആവശ്യപ്പെട്ട പ്രകാരം ആ കടകളൊക്കെ തന്നെ പൂട്ടിയിരുന്നു. പക്ഷേ MLA ഓഫീസ് പൂട്ടാൻ കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായില്ല. ഒരു ഷട്ടർ താഴ്ത്തിയെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ എത്തി ആ ഷട്ടർ ഉയർത്തുകയാണ് ചെയ്തത്. ഏതായാലും അവിടെ വെച്ച് MLA ഓഫീസിന് മുൻപിൽ വെച്ച് തന്നെ ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് ഈ പ്രവർത്തകരെ തടഞ്ഞിരിക്കുന്നു. ടി സിദ്ദിഖിനെതിരെയാണ് ഡിവൈഎഫ്ഐക്കാർ മുദ്രാവാക്യം വിളിക്കുന്നത്. CPM നേതാക്കളൊക്കെ തന്നെ പത്മജി ആശുപത്രി സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ജില്ലാ സെക്രട്ടറി KRFയ്ക്ക് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ജോസ് നെല്ലാടത്തിന് വീട്ടിലെത്തുകയും ചെയ്തിരുന്നു. ഈ രീതിയിൽ CPM ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. തുടർച്ചയായിട്ട് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വയനാട്ടിൽ 5 കോൺഗ്രസ് പ്രവർത്തകരാണ് ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ KPCC നേതൃത്വത്തിനെതിരെ തന്നെ CPM ജില്ലാ നേതൃത്വം ആക്ഷേപവുമായി മുന്നോട്ട് വന്നിരുന്നു. ഇപ്പോൾ കാണുന്ന മറുവശത്ത് കൂടി DYFI പ്രവർത്തകർ ഓടിയെത്തുന്നതാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ റിപ്പോർട്ടിലൂടെ കാണുന്നത്. പത്മജയുടെ ആത്മഹത്യാശ്രമത്തിന് പിന്നാലെയാണ് ഡിവൈഎഫ്ഐയും പോലീസും തമ്മിലുള്ള ഒന്നും തള്ളും. ടി സിദ്ദിഖ് MLAയുടെ കൽപ്പറ്റയിലെ ഓഫീസിന് മുന്നിൽ നടക്കുന്നത്. പത്മജ കൊലയാളി കോൺഗ്രസ് എന്ന ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. പത്മജയുടെ ആവശ്യങ്ങളൊന്നും നിറവേറ്റാൻ കഴിയില്ല, ആവശ്യം മുഴുവൻ നിറവേറ്റാൻ സാധിക്കില്ല എന്ന് KPCC പ്രസിഡന്റ് കൂടി പ്രതികരണം നടത്തിയ പശ്ചാത്തലത്തിലാണ് ഈ പ്രതിഷേധം. പ്രവർത്തകർ MLA ഓഫീസിനകത്തേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. അക്രമാസക്തമാവുകയാണ് അല്ലേ സിനോജ്? സുജ, തീർച്ചയായിട്ടും. അതായത് ഒരു വശത്താണ് പോലീസ് തടഞ്ഞു നിർത്തിയത്. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം പ്രവർത്തകർ മറുവശത്തു കൂടെ ഓടിയെത്ത് അകത്ത് കയറാൻ ശ്രമിച്ചു. ഈ ഓഫീസിന്റെ വാതിൽക്കൽ നിൽക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകരാണ്. കോൺഗ്രസ് പ്രവർത്തകർ MLA ഓഫീസിന്റെ അകത്തുണ്ട്. അവർ ഈ കവാടത്തിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് ഈ പ്രതിഷേധക്കാർ പോകാതിരിക്കാൻ കൂടി പോലീസ് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ കയ്യാങ്കളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പോലീസ് 2 വശത്തു നിന്ന് പ്രതിഷേധക്കാരെ തടയാൻ ശ്രമിക്കുന്നു. നടുക്ക് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇറങ്ങി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് പോലീസ് 2 വശത്തു നിന്ന് ഈ 10-15 പ്രവർത്തകരെ DYFIക്കാരെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അവർ ബലം പ്രയോഗിച്ച് ഈ
MLA ഓഫീസിൽ കയറാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും പോലീസ് ബലം പ്രയോഗിച്ച് ഇവരെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയുള്ള അതിനുള്ള സജ്ജീകരണങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. പോലീസ് വാഹനങ്ങൾ താഴേക്ക് എത്തിച്ചിട്ടുണ്ട്. ഏതായാലും ഡിവൈഎഫ്ഐക്കാർ വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് MLA ഓഫീസിലേക്ക് കയറാൻ ശ്രമിക്കുന്നത്. ഇവിടെ